കുട്ടിക്കടലിൽ നിന്ന് കയറി വരണ കഴിഞ്ഞ മുമ്പിൽ കൊട്ടാങ്കി ഒരു കളിക്കുന്നുണ്ട്. സ്ത്രീകളും പുരുഷനും കൂടി മീൻ പിടിക്കാനാട്ടോ. അതേ മുമ്പില് വരയിട്ട് വേണ്ട നമ്മുടെ മുമ്പിൽ കണ്ട ആ സ്ത്രീയാണ് വഞ്ചി പറയണ വള്ളം പറയണ കണ്ട. വള്ളങ്ങൾ 40 തൊഴിലാളികൾ ഒരു വള്ളത്തിലുണ്ട്. ആ വള്ളങ്ങൾക്ക് പല ക്ലീൻ ചെയ്യണം കേട്ടോ. നോക്കി റൈറ്റ് സൈഡിലോട്ട് കണ്ടാ ഇത്രയും പലകൾ കിലോമീറ്ററോളം വളക്കണ കടലിൽ പോയി വലിക്കുന്ന ആ പല ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ്. അതുപോലെ വള്ളത്തിൽ തൊഴിലാളികളായിരിക്കണം യൂണിഫോം ഒക്കെ ഇട്ട് കണ്ട. ചിലവർ വീണ്ടും ഒരു വിലയും കൂടി വെക്കാൻ പോകും. അതവരുടെ പോകുന്നത്. ഇതാണ് മുനമ്പ ഫിഷിംഗ് ഹാർബർ കേട്ടാ. അപ്പൊ മുനമ്പം ഫിഷിംഗ് ഹാർബർ ഇന്ത്യയിലെ തന്നെ പേരുകേട്ട ഹാർബറുകളിൽ ഒന്നാണ് മുനമ്പം ഫിഷിംഗ് ഹാർബർ. ഈ ബോട്ടുകൾ കടലിൽ പോയിട്ട് ഇവിടെ വരും. വന്നിട്ട് വെളുപ്പിന് 2 മണി തുടങ്ങിയാണ് ഈ മീൻ ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് തരകന്മാര് നേരം വിളിച്ചിട്ട് കണ്ട ഇതായിട്ട് ബന്ധപ്പെട്ട വണ്ടികളും തൊഴിലാളികൾ ഇതൊക്കെ കച്ചവടം കഴിയുന്നത്. രാവിലെ ആകുമ്പോൾ കച്ചവടം കഴിയും. ലക്ഷക്കണക്കിന് കോടികൾ രൂപ ബീച്ചിൻ്റെ ഇപ്പോൾ ഒരു വന്നാൽ ലേലം പിടിച്ചിട്ട് കോടികൾ വരെയും പോകും. ബീച്ചിൻ്റെ ലഭ്യതനുസരിച്ചാണ് തരകന്മാർ ഇടങ്ങളക്കാരുണ്ട്. ആ തരകന്മാർ പിടിച്ചിട്ട് ഈ കച്ചവടക്കാർക്ക് ഉറപ്പിച്ചിട്ട് അവർ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവർ സ്വകാര്യ കടകളിലോട്ട് കൊണ്ടുപോയിട്ട് ഐസ് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മളെ നേരത്തെ. അപ്പോൾ ഇവിടെയാണ് ഇന്ത്യയിലെ പേരുകേട്ട ഹാർബറുകളിൽ ഒന്നാണത് മുനമ്പം ഫിഷിംഗ് ഹാർബർ. നമ്മൾ പല തട്ട് ബോട്ടിലേക്ക് കാണാം മുനമ്പം പച്ച മീൻ ഇവിടെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ബോട്ടൊക്കെ എഴുതി വെക്കുന്നത്. അത് ഇവിടെ നിന്ന് പച്ചയില്ലെങ്കിലും ഇവിടെ നിന്നൊക്കെ പോകുന്നു കൈമാറിനൊക്കെ പോകുന്നു ബോട്ടുകൾ. വലിയ ബോട്ടുകളാണ് ഇപ്പം 100 അടി 10 120 അടി വരെയുള്ള ബോട്ടുകൾ ഇപ്പം നിലവിൽ എത്തില്ല. രണ്ടുപേരും അടുത്തുള്ള കടലിൽ പോയിട്ടുള്ള ആൾക്കാരോ 2 പേരും കടലിൽ പോയിട്ടുള്ള ആൾക്കാരോ മീൻ പിടിക്കാനും പോയിട്ടുള്ള ഇപ്പോഴും അതായിട്ട് ബന്ധപ്പെട്ടില്ല.